ചത മാത്രമായിട്ടായിരിക്കും, പിന്നൊന്ന് എല്ല് മാത്രമായിട്ട് ഇവർ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ഇറച്ചി പ്ലാവിൽ വെക്കാൻ പോവാണ്. അപ്പൊ ഈ പ്ലാവിൽ വെക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, ഇറച്ചി നമ്മൾ എല്ലില്ലാത്ത കഷ്ണങ്ങൾ അല്ലേ, എല്ലില്ലാത്ത കഷ്ണങ്ങൾ വാഴയിലയിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മസാല കൂട്ടുകളൊക്കെ ചേർത്തിട്ട് നമ്മളിത് തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തീയിൽ വെച്ച് വേവുമ്പോഴെടുക്കും. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി, ഇറച്ചി മസാല ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇറച്ചി മസാല, ഉപ്പ് ഇതൊക്കെ ചേർത്ത് ഇനി നമ്മൾ മിക്സ് ചെയ്തിട്ട് എല്ലില്ലാത്ത കോഴീൻ്റെ കഷ്ണങ്ങളിലേക്ക്, ചെറിയ കഷ്ണങ്ങളിലേക്ക് ഇത് മിക്സ് ചെയ്ത് പുരട്ടി കൊടുക്കുകയാണ് ചെയ്തത്. നമ്മളിതിൽ മസാലക്കൂട്ടൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതിനെ പൊതിഞ്ഞ് വയ്ക്കാൻ പോവാണ് അല്ലേ, വാഴയില നാലായിട്ട് മടക്കി വേറൊരു ഇലയിൽ വെച്ച് മടക്കി എന്നിട്ടാണ് നമ്മൾ തീയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. രാവിലെ റെഡി ആവാൻ വേണ്ടി നമ്മൾ തീയിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. അല്ല ഇനി വേണമല്ല, ഇനിയും വേണമല്ല. എത്ര ഇല വെക്കും അങ്ങനെ? ഇത് കരിയാതിരിക്കും, വെന്ത് വരുമ്പോഴത്തേക്ക് ഇലയും ഇത് കരിയാതിരിക്കണ്ട. അപ്പൊ അത്രയ്ക്കുള്ള ഇല വെച്ച് ഇങ്ങനെ കെട്ടുന്നുണ്ട്. നമ്മളാ കൂവയിലയാണെങ്കിൽ ഏറ്റവും നല്ലത്. വാഴയിലും വെച്ച് ചെയ്യാം. വയൽ ചൂട് നിൽക്കില്ല വാഴയില, അതുകൊണ്ട് കുറച്ച് വാഴയില കൂടുതൽ അത് കെട്ടിക്കോ. പിന്നെ ഇത് അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും. നമ്മൾ കുറേ വാഴയില കെട്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് വെച്ചത്. കാരണം വാഴയില ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സൈഡൊക്കെ തന്നെ പോകാൻ വേണ്ടി, വെന്ത് പോകാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്. കല്ല് തടി വഴി, അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പുറത്ത് കണലെല്ലാം വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഇനി ഇതൊന്ന് വെന്ത് വരാനുള്ള സമയം, അപ്പോഴേക്കും നമ്മുടെ ഐറ്റം തയ്യാറായി കഴിയും. നമ്മുടെ നെടുവൻ വെന്ത് കഴിഞ്ഞല്ലേ? അപ്പം ഇന്ന് 100 ഇട്ട് കൊടുക്കും. 100 ഇടുക. നെടുവൻ നല്ല വേവിന്റെ സമയം ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ 100 ഇനി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. നമ്മളിനി കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് എന്താണ് ചേട്ടാ ചെയ്യേണ്ടത്? കോഴി ചെറുതായിട്ട് കട്ട് ചെയ്തത്, എല്ലുള്ളത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറിയ ഉള്ളി ഇതിൽ ചേർത്ത്, പിന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞ 5-6 കഷ്ണം ചേർത്തിട്ട് നമ്മൾ ഈ അരപ്പ് എന്ന് പറയുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഈ മസാലപ്പൊടി കൂടെ ചേർത്ത് നമ്മൾ മിക്സാക്കി അത് അടുപ്പ് ഈ കൂട്ടിലിട്ടിട്ട് നമ്മൾ വിരയിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ച് എടുക്കുകയാണ്. ഓക്കെ, അതായത് എല്ലുള്ള ചിക്കനും എല്ലില്ലാത്ത ചിക്കനും എല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും വെളുത്തുള്ളി തൊലി കളഞ്ഞതും പിന്നെ മസാലക്കൂട്ടുകളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ അല്ലാത്ത മസാല, ഇറച്ചി മസാല ഇവയൊക്കെ ഉപയോഗിച്ചുള്ള മിശ്രിതവും കൂടി, ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ കോഴിക്കറി വെക്കാൻ വേണ്ടി. ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണല്ലേ? വെള്ളം ശരിക്കും ചേർക്കും ഇതിന്? വെള്ളം ചേർക്കാൻ ശരിക്കും ചേർക്കുന്നത് കുറച്ച് വേവാൻ വേണ്ടിയിട്ടുള്ള ചേർക്കും. വെള്ളം കൂടുതൽ വേവാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മളിത് അടുപ്പിൽ വെക്കാൻ വേണ്ടി പോവാണ്. പ്ലാവല് തയ്യാറായിട്ടുണ്ട്. നമ്മൾ നേരത്തെ എല്ലാ കൂട്ടെല്ലാം ചേർത്ത് ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഇത് ഈ പാളയിലേക്ക് ഇത് മാറ്റാം. കാരണം നമ്മൾ വാഴയിലാണ് വെച്ചത്. വാഴയിൽ വെച്ചുകൊണ്ട് തന്നെ വളരെ സസൂക്ഷ്മ എടുത്തിലേക്ക് എല്ലാം കൂടി അങ്ങ് പൊട്ടിപ്പോവും. എന്നിട്ട് ഇത് എടുക്കുമ്പോൾ വാഴയിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് എടുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചൊന്ന് മാറ്റണം. അതിൻ്റെ ഇതെല്ലാം മാറ്റിയിട്ട് ഇപ്പം ഏകദേശം റെഡിയായി കഴിഞ്ഞല്ലേ? എല്ലാ മസാല കൂട്ടി ചേർത്ത് അകത്ത് നിന്ന് പുറത്ത് വന്നപ്പം നമ്മൾ ചിക്കനിൽ പല ഐറ്റം കഴിച്ചാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. സൂപ്പർ. നെടുവൻ കിഴങ്ങും 100 കിഴങ്ങും ഇട്ട് വേവിച്ച് ഏകദേശം റെഡിയായി. നമ്മുടെ കോഴിക്കറിയും റെഡിയായി. ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ, കിണ്ടാൻ വേണ്ടി പോവാണ് അല്ലേ ഏട്ടാ? അപ്പം ചെയ്യാതെ മൺപാത്രത്തിൽ തന്നെ ചെയ്യുന്ന ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും അല്ലേ? പാത്രത്തിൽ ചെയ്യുന്നത് അതിലേക്ക് ഇത് ഒഴിക്കാം അല്ലേ? ഇതെടുത്ത് നമ്മൾ ഇതിൽ ഇറച്ചി, ആവശ്യത്തിനുള്ള ഇറച്ചി ഇതിൽ കയറ്റും കോഴിക്കറി. അപ്പോൾ അത് ചെയ്യാം.
നെടുവനും നൂറാനും കിഴങ്ങുകൾ വേവിച്ചിട്ട് നമ്മൾ കോഴി ചുട്ട് അതിൽ നിന്ന് കറി ഉണ്ടാക്കിയ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കിണ്ടിയത് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ടേസ്റ്റ് ആണ് നോക്കേണ്ടത്. ടേസ്റ്റ് പറയാൻ സമയമില്ല, കഴിച്ചോണ്ട് തന്നെ ഇരിക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇതിന്റെ കാര്യത്തില്. അത്യുഗ്രൻ ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം ഇവര് പലയിടത്ത് പോയാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. ഇപ്പൊ കിണ്ടിയത് നന്നായിരുന്നു. അപ്പം നമ്മളോട് രാവിലെ പോലെ തന്നെ ഇവര് എല്ലാവരും നന്നായിട്ട് സഹായിക്കുകയും ചെയ്തു. മല്ലങ്കാണി അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ ശിവാനന്ദ ചേട്ടനും പിന്നെ ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും, ഈ ഒരു സമിതിയിലുള്ള മുഴുവൻ ആൾക്കാരും നമ്മളോട് നന്നായിട്ട് സഹകരിച്ചു. ഇനി വേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ തന്നെയാണ് പ്രോഗ്രാമിന്റെ വിജയത്തിനായി. അതുകൊണ്ട് നിങ്ങൾ കത്തുകൾ അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, സൂര്യ TV, PB നമ്പർ 2266, ശാസ്തമംഗലം, തിരുവനന്തപുരം 10. അപ്പം നിങ്ങൾക്ക് ഇമെയിലും അയക്കാം. ഇമെയിൽ അയക്കേണ്ട വിലാസം suryatv@sunnetwork.in. ഒപ്പം നിങ്ങൾക്ക് ഫോണിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചു പറയേണ്ട നമ്പർ 047127274044. വ്യത്യസ്തമായ കാഴ്ചകളും രുചിഭേദങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതിലേക്കും ബൈ.